ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര 2-1 ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ പിന്നിലായിരിക്കുകയാണ്. ലോർഡ്സിൽ ഒരു പരാജയപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം. 22 റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടതോടുകൂടി 2-1 ഇന്ത്യ പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജൂലൈ 23 മുതലാണ് അടുത്ത ടെസ്റ്റ് മത്സരം നടക്കുന്നത്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലാണ് ഈ മത്സരം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ബെർമിംഗ്ഹാമിലെ കളിയുടെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ബെർമിംഗ്ഹാമിൽ ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കിയിട്ടില്ല. അവിടെ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കി. അതേപോലെ തന്നെ ഈ ഓൾഡ് ട്രാഫോർഡ് എന്ന് പറയുന്ന മാഞ്ചസ്റ്ററിലെ ഈ ഒരു മൈതാനത്തും ഇതുവരെ ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കിയിട്ടില്ല. 9 മത്സരങ്ങൾ കളിച്ചതിൽ 4 മത്സരങ്ങൾ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുകയും 5 മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്തു. അവസാനമായി 2014 ഇത് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് അധികം മത്സരങ്ങളൊന്നും ഇന്ത്യ ഇംഗ്ലണ്ട് ഈ മൈതാനത്ത് വെച്ച് നടന്നിട്ടില്ല. 1990 ശേഷം പിന്നെ 2014 ഒരു മത്സരം നടന്നത്. ആ മത്സരം ഇംഗ്ലണ്ട് ഇന്നിങ്സിനും 54 റൺസിനും വിജയിച്ചു. എന്താണ് ഈ അടുത്ത മത്സരത്തിൽ സാധ്യതകൾ ഇന്ത്യനെ സംബന്ധിച്ച്? ഇന്ത്യ ഈ നേരത്തെ ബെർമിംഗ്ഹാമിലേതുപോലെ ഇവിടെ ആദ്യ വിജയം സ്വന്തമാക്കുമോ, അതോ ഇംഗ്ലണ്ടിന്റെ റീസെന്റ് ആയിട്ടുള്ള പ്രകടനം അടിപൊളിയാണ് ഈ മൈതാനത്ത്, അപ്പൊ അവര് തന്നെ അല്ല ഇപ്പം സൈബ് പറഞ്ഞപ്പോ തന്നെ ബെർമിംഗ്ഹാമിലെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മളെ ഇവിടത്തേക്ക് വരുന്നത്, ട്രാഫോർഡിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കടലാസിലെ കണക്കുകൾ ഗില്ല് നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ സ്റ്റേഡിയത്തിന് നോക്കുന്നത് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല തന്നെയാണ് ഞാൻ കരുതുന്നത്. പണ്ട് 2014 കളിച്ച ടീമിലെ ആരുമല്ല ഇപ്പോൾ കളിക്കുന്നത്. ആ ടീമും ഈ ടീമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം കളിക്കുന്ന കണ്ടീഷനും മാറി. ഈ ഇംഗ്ലണ്ട് ഇപ്പോൾ സൈഫോർ തന്നെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഓടിലെ ചരിത്രവും ഓക്കെയാണ്. പക്ഷേ എങ്കിൽ കൂടി 2 പുതിയ ടീമായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യവും പിച്ചിൻ്റെ സ്വഭാവമൊക്കെ സ്വാധീനിക്കപ്പെടുന്നതിൽ സംശയമില്ല. പക്ഷേ നിലവിലെ ഇന്ത്യൻ ടീമിൽ നിന്ന് പിന്നെ ഒരു പരമ്പര സമനിലയാക്കാൻ വേണ്ടിയിട്ട് 2-2 വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രകടനം ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. ബെർമിംഗ്ഹാമിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ ഗില്ല് ചരിത്രം എഴുതി, ഇനി മാഞ്ചസ്റ്ററിലും ചരിത്രം എഴുതുന്നതിന് വിശ്വസിക്കാം. കഴിഞ്ഞ 3-ാമത്തെ മത്സരം നമ്മൾ തോറ്റെന്ന് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞത് ഇനി അത് തോൽവി തന്നെയാണ്. പിന്നെ ലോർഡ്സിൽ ഇന്ത്യ തോറ്റു, 22 റൺസിന് തോറ്റു. പക്ഷേ ആ മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ ജയിച്ചിട്ട് നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നത് പൊരുതി തോറ്റതായിരുന്നു. മുൻനിര 2ാം ഇന്നിങ്സിൽ തകർന്നു പോയെങ്കിലും വാൽട്ടൺ വീരോചിതമായിട്ട് പോരാടി ചേർത്ത് നിന്നു. ജഡേജ ഒരു വലിയൊരു ഇന്നിങ്സിലേക്ക് പോയിട്ട്, വലിയ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ റൺസിൻ്റെ ഇതിലല്ല, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇന്നിങ്സ് കളിച്ചു. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പരാജയപ്പെട്ടു. അതിൻ്റെ റിസൾട്ട് ഇപ്പം പരമ്പരയിൽ വരുമ്പം 2-1 പിന്നിലാണെങ്കിൽ കൂടി നമ്മൾ ജയിച്ചൊരു മത്സരം തന്നെയായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സിറാജൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കിടുമ്പോൾ പറയുന്നത്. റിസൾട്ട് തോറ്റിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരുപാട് ലെസൺ ഉണ്ട്. ഒരുപാട് പോരാട്ട വീര്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടീമിന്. ആ വീര്യം കൊണ്ടാണ് നമ്മൾ മാഞ്ചസ്റ്ററിലേക്ക് വരുന്നത്. അപ്പം മാനസികമായിട്ട് നമ്മൾ എത്ര ഒരു തളർന്നിരിക്കേണ്ട അവസ്ഥയിലല്ല. ടീമിൻ്റെ ആ യുവനിരയുടെ ശക്തി ബെർമിംഗ്ഹാമിൽ നേടിയ അതേപോലെ തന്നെ 1ാം ടെസ്റ്റിൽ നമ്മൾ മികച്ച രീതിയിൽ കളിച്ചു, 2ാം ടെസ്റ്റിൽ മികച്ച രീതിയിൽ കളിച്ചു ജയിച്ചു, 3ാം ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ദൗർഭാഗ്യകരമെന്ന് പറയാം. ആ വിക്കറ്റ്, സിറാജിൻ്റെ വിക്കറ്റ് പോയത് ദൗർഭാഗ്യകരമാണ്. ഇല്ലെങ്കിൽ 22 പിന്നെയും പരാജയപ്പെട്ടേക്കാം. പക്ഷേ എങ്കിൽ കൂടി റണ്ണിന് കുറഞ്ഞു വന്നേനെ, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചേനെ, പരമ്പര സമനിലയിലേക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായേനെ എങ്കിൽ കൂടി. അപ്പോൾ നമ്മൾ ഒരു ആധിപത്യത്തിൽ മാനസികമായിട്ട് നമുക്കിപ്പം ഡൗൺ അല്ല. മാഞ്ചസ്റ്ററിലേക്ക് എത്തുമ്പം ഈ ടീം വീണ്ടും ചരിത്രം തിരുത്തുന്ന വിചാരിക്കാം. നമ്മളെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഇപ്പം ബൂമറയുടെ കാര്യം നമുക്ക് ഇനി പറയേണ്ടത്. ഈ മത്സരത്തിൽ കളിക്കുകയില്ല എന്ന് ബൂമറ 3 മത്സരം കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം നിതീഷൊക്കെ പന്തറിയാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് നമുക്ക് പോസിറ്റീവാണ്. ഈ മത്സരം ക്രൂഷ്യലാണ്. ഈ മത്സരം തോറ്റു കഴിഞ്ഞാൽ പരമ നഷ്ടപ്പെടും. അതുകൊണ്ട് ബുംറ കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ ചോദിക്കണം. അപ്പോൾ ബുംറയെ സംബന്ധിച്ച് ബുംറ 3 മത്സരം കളിക്കുള്ളൂ എന്നാണ് ഇന്ത്യൻ ടീം പറഞ്ഞത്. ഇനിയിപ്പോൾ ആ 3 മത്സരം ആണെങ്കിൽ പോലും അത് അവസാനത്തെ മത്സരത്തിലേക്ക് വെക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഡിസൈഡറാണ് ഈ മത്സരം വന്നാലേ. ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കിട്ടി, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. തീർച്ചയായും അതാണ് കാണുന്നത്. കാരണം ഈ മത്സരം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പരമ്പര നഷ്ടപ്പെട്ടു. പിന്നെ അവസാന മത്സരത്തിൽ ബൂമറ കളിക്കുന്നതിനൊരു ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യത കുറവാണല്ലോ. അതിൻ്റെ ആവശ്യമില്ലാന്ന് വരും. 3-1 പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരമ്പര നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ മത്സരം നിർണായകമാണ്. അപ്പം ഈ സൈഫ് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് താരത്തിന് വിശ്രമം ലഭിക്കുന്നുണ്ട്. ഈ 3-ാം മത്സരത്തിൽ അത്ര 1ാം മത്സരത്തിലേതുപോലെ ബൂമറയെ പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. മറ്റു താരങ്ങളൊക്കെ നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചുള്ള താരങ്ങളൊക്കെ ടീമിൻ്റെ മാറ്റം പുതിയ ബാലൻസിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 4-ാം മത്സരത്തിൽ ബൂമറ കളിക്കാനുള്ളൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. അപ്പം അത് ഇപ്പോൾ 5ാമത്തെ മത്സരത്തിലേക്ക് പോകുമ്പോൾ എന്താ റിസൾട്ട് ഇതിൻ്റെ അനുസരിച്ചായിരിക്കും തീരുമാനിക്കും. അപ്പം 4ാമത്തെ മത്സരത്തിൽ ബൂമറ കളിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണമാണ്. കളിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഓൾഡ് ട്രാഫോർഡിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ അവിടെ 1993 ഷെയ്ൻ വോൺ നൂറ്റാണ്ടിന്റെ പന്ത് എന്ന് പറയുന്ന ഒരു പന്ത് കഴിഞ്ഞ മൈതാനാണ്. മറ്റൊന്ന് സച്ചിൻ തന്റെ ആദ്യ സെഞ്ചുറി നേടിയിട്ടുള്ള മൈതാനാണ് 1990. അങ്ങനെ വലിയൊരു പ്രാധാന്യമുള്ള ഒരു മൈതാനാണ്. അവിടെയാണ് 2014 ശേഷം ഇപ്പൊ ഒരു 11 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് കളിച്ചുപോയ പല ആളുകൾക്കും കിട്ടാത്തൊരു
അവസ്ഥയാണ്. അതായത് സച്ചിൻ സെഞ്ചുറി അടിച്ചൊരു ഗ്രൗണ്ടിൽ കളിക്കുക എന്ന് പറയുന്ന ഒരു അതിനുശേഷം ആ സെഞ്ചുറി അടിക്കുന്നതിൽ നമ്മളിപ്പം ഈ പറഞ്ഞ ടീമിൽ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി നോക്കുമ്പോൾ ഒരുപാട് സെഞ്ചുറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല താരങ്ങളൊക്കെ ഒരുവിധം ഒരു മത്സരം അല്ലെങ്കിൽ മറ്റു മത്സരത്തിൽ ഫോം ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സെഞ്ചുറി കൂടി സച്ചിന് ശേഷം ആര് സെഞ്ചുറി അടിക്കുന്നുള്ളൊരു സച്ചിന് സെഞ്ചുറി അടിച്ച പിച്ചിലേക്ക് ആര് സെഞ്ചുറി അടിക്കുന്നുള്ള ഒരു സാധനം കൂടി നമുക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ ഗില്ലിന് വീണ്ടും ആ റെക്കോർഡ് എന്നല്ല റെക്കോർഡിൽ വരുന്ന കാര്യങ്ങളിൽ കൂടി സച്ചിൻ സെഞ്ചുറി അടിച്ച അവിടെ വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ താരം സെഞ്ചുറി അടിക്കുന്നു പറയുമ്പോൾ അത് ആരുടെ പേരായിരിക്കുന്നതാണ്. അത് ഒന്നിലധികം സെഞ്ചുറി പിറക്കട്ടെ. നമുക്ക് പിന്നെ ആ പിച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാം. പറഞ്ഞാൽ തന്നെ പിന്നെ ബൗൺസും പിന്നെ ടേണും എല്ലാം വരുന്നൊരു പിച്ച് തന്നെയാണ് അത്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു ആദ്യ മത്സരത്തെ പോലെ ഫീൽഡിങ്ങിലാണ് നമുക്ക് പിന്നെയും ഒരു പിന്നെ പറയാനുള്ളൊരു മെച്ചപ്പെടേണ്ടതുണ്ടെന്ന് പറയേണ്ടത്. പിന്നെ റൺ വഴങ്ങുന്ന കാര്യത്തിലായാലും ബൈ വഴങ്ങുന്ന കാര്യത്തിലായാലും ബാറ്റിങ്ങിലും ബോളിങ്ങും നമുക്കൊരു ഓക്കെയാണ്. അതിൽ 1-2 താരങ്ങൾ തിളങ്ങാണ്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം കരുൺ നായരുടെയൊക്കെ അടുത്ത മത്സരത്തിൽ എന്തായിരിക്കും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കരുൺ നായർ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം അതും കൂടെ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഒരു എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്. പരമ്പര 2-2 എത്തിക്കാൻ വേണ്ടി ഗില്ലിന് പറ്റിയേക്കും. ഇപ്പോ ഈ മൈതാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഒരു മികച്ച ഒരു പെർഫോമൻസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു മാറിയ ഒരു ആധുനിക ഒരു അവസ്ഥയിലേക്ക് ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും പണ്ട് അല്ലെങ്കിൽ കുറച്ച് മുമ്പൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം ടെസ്റ്റ് മത്സരങ്ങളും ഇപ്പൊ എന്റെയൊക്കെ നമ്മളൊരു ചെറുപ്പകാലത്തൊക്കെ നമ്മൾ മത്സരം കണ്ടുവന്നതിൽ ഭൂരിഭാഗം മത്സരങ്ങളും ഡ്രോ ആയിരിക്കും. മാറിയിട്ട് ഇപ്പോ ഒരുവിധ എല്ലാ ടെസ്റ്റ് മത്സരങ്ങൾക്കും റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസ് 27 റൺസിനാണ് ഓസ്ട്രേലിയനായിട്ട് ഓൾ ഔട്ട് ആയത്. അപ്പൊ ആ രീതിയിൽ അപ്പൊ അങ്ങനെ ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ടിനെ ആണെങ്കിൽ ഇപ്പൊ 3 ടെസ്റ്റ് മത്സരങ്ങളിലും ഒരു ഫലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്ന 9 ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ട് കളിച്ചതിൽ അതില് ഭൂരിഭാഗം മത്സരങ്ങളിലും ആധികാരിക ജയം തന്നെ. അത് കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ 7 മത്സരങ്ങൾ ആധികാരികമായിട്ടുള്ള ഒരു ജയമാണ് ഇംഗ്ലണ്ട് നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ പുതിയ ക്രിക്കറ്റ് ശൈലിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് അവിടെ വിജയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഈ ഒരു അവിടുത്തെ റീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ അത് ഇന്ത്യക്ക് തിരിച്ചടിയാവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതാണ് ഇപ്പൊ നമുക്ക് ഒന്ന് എന്ത് പറയുമ്പോൾ ഈ പിച്ചിനെ മാത്രമല്ല ഞാൻ കാണുന്നത്. ഞാനങ്ങനെ ഇപ്പോൾ ഒരു പിച്ചിന്റെ ചരിത്രം വെച്ചിട്ട് ഇപ്പോഴത്തെ ടീമിനെ വിലയിരുത്താൻ വേണ്ടി നോക്കുന്നില്ല. നമുക്കത് ഓരോ മത്സരവും മാറ്റാനുള്ളതാണ്. നമ്മൾ പറയുന്ന ചരിത്രം ഇപ്പോൾ ബർമിംഗ്ഹാമിൽ നമ്മൾ മാറ്റിയ പോലെ തന്നെ മാറ്റി കൊണ്ടുവരാനുള്ളതാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഏത് പിച്ചായാലും അത് ഇംഗ്ലീഷ് ടീമിന് ഒരു മാനസികാധിപത്യം നൽകുന്ന ഒരു പിന്നെ എല്ലാ സപ്പോർട്ട് നൽകുന്ന ഒരു പിച്ചായിരിക്കും നമുക്ക് സംശയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഗ്രൗണ്ടിലെ ഇത് കളിക്കാൻ ഇറങ്ങുമ്പം സ്റ്റോക്സിനും സംഘത്തിനും ഒരു ആശ്വാസം നൽകുന്ന കണക്ക് കയ്യിലുണ്ട്. നമ്മളിപ്പം ജയിച്ചു വരുന്ന പിച്ച് അപ്പോൾ ഒരു സമനില ഒരു തോൽവിയും ബാക്കി 7 ജയമുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒരു ജയം കൂടി കൂട്ടാം എന്ന് കരുതിയിട്ട് തന്നെ അവർ ഇറങ്ങുന്നത്. അവർക്കത് ഒരു ആധിപത്യം നൽകുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ ഒരു ഇന്ത്യൻ ഒരു ടീമിനെ ഇപ്പം പിടിച്ചിട്ടാൽ നമുക്ക് അറിയാം അത് കണക്കാണ്. കടലാസിലെ കണക്ക് കടലാസിൽ മാത്രമാണ്. കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ അവിടെ നിന്ന് പഠിക്കാനുണ്ട് ഏറെ. അതിപ്പം ഇംഗ്ലണ്ടിന് കുറച്ചുകൂടി എളുപ്പമാണ്. അനുഭവ സമ്പത്തും പരിചയസമ്പത്തുള്ള താരങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് ആ പിച്ചിനെയും അവിടുത്തെ കണ്ടീഷനെയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നേരെ മറിച്ച് നമുക്കാകുമ്പോൾ ഇന്ത്യൻ ടീമിനാകുമ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് കടലാസിലെ കണക്ക് വെച്ചു മറ്റേ അവിടുത്തെ നമ്മൾ 11 വർഷമായി കളിക്കാത്തൊരു പിച്ച് കൂടിയാണ് എങ്കിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പം അതിനൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത സമയമാണല്ലോ. അപ്പോൾ അത് ആ ഒരു ഇതുണ്ട്. അപ്പം നമുക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എന്നാലും ആ മനസ്സിലാക്കുമ്പോഴും പറയുമ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പാകിസ്ഥാൻ വരെ 3 പ്രാവശ്യം ഇവിടെ ജയിച്ചിട്ടുണ്ട്. 3 ജയം ഈ പിച്ചിൽ എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം 4 മത്സരം കളിച്ചായിരിക്കും അല്ലേ? അതെ, ഓക്കെ. അപ്പം പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞൊരു പിച്ചിലാണ് നമുക്ക് ഇതുവരെ ജയിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. അപ്പം ജയിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ജയം ഗില്ലിന് വീണ്ടും പറയാം ബർമിംഗ്ഹാമിലെ പോലെ ഇംഗ്ലണ്ടിലെ മറ്റൊരു പിച്ചിൽ കൂടി ഇന്ത്യക്ക് ജയം നേടിക്കൊടുത്ത ക്യാപ്റ്റനായി മാറാൻ പറ്റുന്ന സാധനമാണ്. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ജയത്തിന്റെ കണക്ക് പറയുമ്പോൾ പാകിസ്ഥാൻ മത്സരം വിജയിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഇന്ത്യ 1990 ശേഷം ആകെ 2 മത്സരമാണ് കളിച്ചിട്ടുള്ളൂ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും ഒരു പീക്ക് ടൈമാണ്. അതായത് ഏറ്റവും ഒരു ലോക ക്രിക്കറ്റിന്റെ മൊത്തത്തിൽ ഒരു ഭരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ ഒരു മത്സരം കളിച്ചിട്ടില്ല. ഇപ്പം 90 ശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് വന്നതിൽ പിന്നെ ഗാംഗുലി, ദ്രാവിഡ്, കോഹ്ലി, ധോണി ഇവരൊക്കെ നായകനായിട്ട് വന്നു. രോഹിത് വന്നു. അതിൽ ധോണിക്ക് മാത്രമാണ് നയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ പിച്ചിൽ. ബാക്കി നായകന്മാർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഇവിടെ ടീമിനെ നയിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ധോണിക്കൊന്ന് വിജയിക്കാൻ വേണ്ടി പറ്റിയുമില്ല. അപ്പം ഇപ്പം ഗില്ല് വരുമ്പം ഗില്ലിനത് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയാൽ ഈ തന്നെ മഹാരഥന്മാരുടെ മുൻഗാമികളുടെ പേരിലേക്ക് അതൊരു വലിയൊരു പൊൻതൂരം കൂടെ വരുന്നു സംശയമില്ല. ഈ പിച്ചിൽ 2014 മത്സരം ഞാൻ നോക്കുന്ന സമയത്ത് സ്കോർ നോക്കുന്ന സമയത്ത് കണ്ടതാണ്. മുരളി വിജയ് ഡക്ക്, ചേതേശ്വർ പുജാര ഡക്ക്, വിരാട് കോഹ്ലി ഡക്ക്, ധോണിയാണ് 71 റൺസ് നേടുന്നത്, ജഡേജ ഡക്ക്, അങ്ങനെ ഒരുപാട് ഡക്ക് ഒരു ഇതാണ്.
ഒരു മറ്റേ ഇന്നിങ്സിന്റെ ഇപ്പൊ രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇന്ത്യ 161 റൺസിന് ഓൾ ഔട്ട് ആവുന്ന സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു അശ്വിനാണ് ടോപ്പ് സ്കോറർ 46 റൺസ് എടുത്തിട്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ മുമ്പത്തെ പെർഫോമൻസ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞത്, ധോണി ഒരു 71 റൺസ് എടുത്തിട്ടുള്ള ഒരു ഗ്രൗണ്ട്, അവിടെ ഗില്ലിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയിരിക്കും? കാരണം ഗില്ലിന്റെ ഒരു ബാറ്റിംഗ് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ രണ്ടാമത്തെ ടെസ്റ്റിൽ കണ്ട ആ ഒരു ടച്ച് ലോർഡ്സിൽ കിട്ടിയിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും 3 റാങ്ക് നഷ്ടപ്പെട്ട് ICCയുടെ പുതിയ റാങ്ക്. അപ്പൊ ഗില്ലിന്റെ ഒരു തിരിച്ചുവരവ് കൂടിയിട്ട് തീർച്ചയായും ഗില്ലിന്റെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ധോണി വേറൊരു തരത്തിൽ രണ്ട് ശൈലി വരുന്നതാണ്. അല്ല, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അന്ന് കളിച്ച ഇംഗ്ലീഷ് ബോളർമാരിൽ ആ ബോളറിന്റെ അല്ല ഇപ്പം വരുന്നത് കൂടെ പറയണം. പക്ഷേ എങ്കിൽ കൂടി അവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന പിച്ച് തന്നെയാണ്, അത് എടുത്ത് കാണണം. പക്ഷേ ഈ ഗില്ലിനെ പറഞ്ഞാൽ തന്നെ ഗില്ല് തിരിച്ചു വരും. ഗില്ലിനെ പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ മാത്രം വെച്ച് നമ്മളൊന്നും പിന്നെ വിലയിരുത്തേണ്ട, ഡബിൾ സെഞ്ചുറി നേടി. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ബാറ്റിംഗ് നിരയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പം ഫോമിലുള്ള താരം ഗില്ല് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളിന്റെ ഒരു കൂടി നമ്മള് വേണ്ടതുണ്ട്. ജയ്സ്വാൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗില്ലിനെ ഒരു സമയത്ത് ഗില്ലിനേക്കാളും ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ എന്ന രീതിയിൽ വന്ന ഒരു തരത്തിൽ നിന്നാണ് ജയ്സ്വാൾ ഒരു അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ കളിച്ചിട്ട് ഔട്ടാവുന്നു എന്നൊരു. അതെ നമ്മൾ ഈ പറയുമ്പോൾ T20 ജയ്സ്വാളിന്റെ ഇന്നിങ്സ് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ എങ്ങനെയാണ് ഒരു പിന്നെ വിക്കറ്റ് ടെസ്റ്റിലാകുമ്പോൾ ഒന്നും വിക്കറ്റ് സംരക്ഷിച്ച് കളിക്കാൻ വേണ്ടി ഓപ്പണർക്ക് പറ്റുന്നതാണ്, നിലയുറപ്പിച്ച് കളിച്ചാൽ മതി. പക്ഷേ ജയ്സ്വാൾ പലപ്പോഴും അതിന് തയ്യാറാവുന്നില്ല എന്നൊരു സംശയമാണ് വരുന്നത്. പക്ഷേ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയ്സ്വാളിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ അതിനേക്കാളൊക്കെ കാണുന്നത് ഇംഗ്ലണ്ടിൻ്റെ ടീം ഈ പരമ്പരയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഈ ടീമിനെ വെച്ച് നമുക്ക് എല്ലാ ആശങ്കയായിരുന്നു, ഗില്ല് ഉൾപ്പെടെ മൊത്തം ആശങ്കയായിരുന്നു. അതെ, അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാറി വരുമ്പോഴേക്ക് അതിലിപ്പം ജയ്സ്വാളിൻ്റെ ഒരു പേര് നമുക്ക് സംശയത്തിലേക്ക് വരുന്നു പറയുമ്പോൾ അതൊരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ തിളങ്ങുന്നുണ്ട്, ജയ്സ്വാൾ ഇപ്പോൾ തിളങ്ങാൻ വേണ്ടി പറ്റും. അതൊരു മാറ്റം എന്തായാലും നമുക്ക് വരും. നമ്മളാ കണ്ട ഒരു ഇവനില പോകുമ്പോൾ നമുക്കെൻ്റെ ആശങ്കയെല്ലാം കഴിഞ്ഞ 3 മത്സരം കൊണ്ട് ഗില്ലും സംഘവും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ കൊടുത്ത കരുൺ നായർ മാത്രം നമ്മളൊന്ന് വിഷമിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കരുൺ നായരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കരുൺ നായർ 8 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. 3 മത്സരങ്ങൾ കളിച്ച് 6 ഇന്നിങ്സുകൾ കളിച്ചിട്ട് വളരെ അദ്ദേഹത്തിന് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് ഇന്നിങ്സ് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനുള്ള പല റീസണുകളും, ടെക്നിക്കലായിട്ടുള്ള പല റീസണുകളും, കരുൺ നായർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മൂവ്മെന്റ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പല വിമർശനങ്ങളും നമ്മൾ കേട്ട്. പക്ഷെ ഈ കരുൺ നായരെ മാറ്റുകയാണെങ്കിൽ, ഇന്ത്യ 4ാമത്തെ ടെസ്റ്റിൽ മാറ്റുകയാണെങ്കിൽ, സായ് സുദർശൻ നമുക്കറിയാം 21 വയസ്സ്, വളരെ കുറഞ്ഞ പ്രായമുള്ളതാണ്. ഇപ്പൊ പലരും പറയുന്നതാണ് 34 വയസ്സുള്ള കരുൺ നായരിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലത് സായ് സുദർശനെ വളർത്തിക്കൊണ്ടുവരാന്ന്. മറുവശത്ത് ഈ അഭിമന്യു ഈശ്വർ എന്ന് പറയുന്ന ഒരു താരം 29 വയസ്സായി, ഇതുവരെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന് ഒരു അവസരം നൽകിക്കൂടെ? അല്ലെ, അങ്ങനെ എനിക്കൊരു തോന്നൽ. അല്ല, ഇപ്പം ഈ പറഞ്ഞ കരുൺ നായരെ മാറ്റുകയാണെങ്കിൽ ചിലപ്പം ആ ഓപ്ഷനിലേക്ക് പോയേക്കാം. പിന്നെ നമുക്ക് സായ് സുദർശൻ അവസരം നൽകിയിട്ടുണ്ട്, പക്ഷെ അത് അദ്ദേഹം വിനിയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും കരുൺ നായരെ മാറ്റുമെന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. കാരണം കരുൺ ഒരു സീനിയർ താരമാണ്. ഇംഗ്ലീഷ് നമ്മൾ പിന്നെ സന്നാഹത്തിൽ ഉൾപ്പെടെ കണ്ടാണ്, ആദ്യം പരിശീലന മത്സരത്തിൽ ഉൾപ്പെടെ കണ്ടാണ്. പിന്നെ ഇംഗ്ലീഷ് പിച്ചിലെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സംഭവത്തെ ഗ്രൗണ്ടിൽ എന്തായാലും അത് ഗില്ലിന് സഹായമാകും. ഈ ബാറ്റിങ്ങിൽ ഇപ്പം 40 റൺ വരെ അദ്ദേഹം എത്തിയിരുന്നു. വീണ്ടും കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഇന്നിങ്സിലാണ് അദ്ദേഹം തീർത്ത് നിരാശപ്പെടുത്തിയത്. അപ്പോൾ അത് തിരിച്ചു വരാൻ വേണ്ടി ഗില്ലിന് പറ്റുന്ന ഇപ്പോഴും വിശ്വാസമുണ്ട്, അല്ല കരുണിന് പറ്റുന്ന വിശ്വാസമുണ്ട്. അത് ഗംഭീരമായ വിശ്വാസം എന്തായാലും ഉണ്ടാവും ഞാൻ കരുതുന്നുണ്ട്. അതില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും സായ് സുദർശനിലേക്കാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, ഇപ്പൊ അഭിമന്യു എന്ന് പറയുന്നത് 29 വയസ്സായി, അദ്ദേഹം വളരെ ലേറ്റ് ആണ്. അപ്പൊ കരുൺ നായരുടെ കാര്യം പറയുകയാണെങ്കിൽ കരുൺ നായർ ഒരു ടീമിൽ എത്തിയിട്ട് പോയതാണ്, 26 വയസ്സിലൊക്കെ ടീമിൽ എത്തിയിട്ട് പിന്നെ പോയതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 29-കാരനായിട്ടുള്ള അഭിമന്യു ഈശ്വരൻ ഒരവസരം അർഹിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ പറയുമ്പം ഇയാൾ അർഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനേക്കാൾ മികച്ച താരങ്ങൾ പുറത്ത് നിൽക്കുന്നു, ഈ ടീമിൽ ഉൾപ്പെടെ പുറത്ത് നിൽക്കുന്നു പറയേണ്ടത്. നമ്മളെ പിന്നെ ശ്രേയസ് അയ്യർ ഉൾപ്പെടെ താരങ്ങളുണ്ട്. ഇപ്പോൾ ഈ അന്ന് സെലക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ടീമിൽ 15 പേരെ ഉൾപ്പെടുത്താൻ പറ്റും, 11 പേർക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്ത്യക്ക് ബെഞ്ചിൽ ഈ അത് ഏറ്റവും കരുൺ നായരുടെ അടുത്ത് വെല്ലുവിളി അതാണ്. ബെഞ്ചിൽ ഇത്രയും നല്ല പ്രതിഭയുള്ള താരങ്ങളുണ്ട്, അവസരം കാത്തിരിക്കുന്ന താരങ്ങളുണ്ട്. ഈ സായ് സുദർശനായാലും അഭിമന്യു ഈശ്വരനായാലും ഒരു അവസരം കിട്ടി അവർ ക്ലിക്കായി കഴിഞ്ഞാൽ കരുൺ നായർ വീണ്ടും പുറത്താവുന്നില്ല സംശയമില്ല. നിലവിലെ അവസ്ഥയിൽ അതിനെ കുറ്റം പറയാനും വേണ്ടി പറ്റില്ല, കാരണം നിലവിൽ അങ്ങനെയാണല്ലോ പോരുന്നത്. അപ്പം ഏത് ഓപ്ഷനിലേക്കും വരുന്നത് കൺഫ്യൂഷനാണ്. ഇപ്പോൾ നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കരുൺ തുടരുമോ അല്ലെങ്കിൽ ഈശ്വർ ആയിരിക്കുമോ, അല്ല ഇതാണോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ബോളിംഗിലും ഈ ബുംറയുടെ ഒരു വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടാവും. അതെ,
മത്സരം ജൂലൈ 23-നാണ്. നമുക്കറിയാം മാഞ്ചസ്റ്ററിലാണ്. 2014 ശേഷം ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇതുവരെ ഈ മൈതാനത്ത് ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. റെക്കോർഡുകൾ അല്ലെങ്കിൽ കണക്ക് നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന് ഒരു ആധിപത്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച് അവരിത് തെളിയിച്ചിട്ടുള്ളതാണ് ഒന്നും. അതായത് ഏത് തരത്തിലുള്ള റിസൾട്ടിലേക്ക് എത്താനും കഴിവുള്ള ഒരു ഇന്ത്യൻ ടീം തന്നെയാണ്. അപ്പൊ ഈ 2 മത്സരം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അത് ഒരു വലിയ പരാജയമായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ഒരു പൊരുതിയിട്ടുള്ള തോൽവി തന്നെയാണ് ആദ്യ മത്സരത്തിലാണെങ്കിലും. അപ്പോ ഈ ചരിത്രം തീർക്കാൻ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലെ ചരിത്രം തീർക്കാൻ ഗില്ലിനും സംഘത്തിനും കഴിയട്ടെ. ഒരു ലോർഡ്സിലെ കണ്ടതുപോലെ ഒരു ആവേശകരമായ മത്സരം തന്നെ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് ടീമിൽ നിന്ന്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.